ഞാനുണ്ട്. ഞാനുണ്ട് കേട്ടോ. എന്നെ കൂടെ ആഡ് ചെയ്യണേ. അത് ലിങ്കില് ഞാനും എന്നെ കൂടി കേൾക്കണേ. സുമയ്യ, എന്റെ പേര് സുമയ്യ. നമ്പർ എനിക്ക് നമ്പർ അതിന് ആഡ് ചെയ്യാൻ പറ്റുമോ? രണ്ട് ഗ്രൂപ്പ് കേട്ടോ. ഞാനുണ്ട്. എന്റെ നമ്പർ ഇന്ന് കിട്ടോ? ആ ലിങ്ക് ഇതിലൊന്നുകൂടി ഷെയർ ചെയ്തൂടെ? അപ്പോൾ കേറാത്തത് കേൾക്കൂടെ? എല്ലാരെയും കൂടെ ഒന്ന് ആഡ് ചെയ്യണേ. ഹോസ്പിറ്റലിൽ സർജറി ആയിട്ട് കിടക്കുക. ലിങ്ക് ഷെയർ ചെയ്തൂടെ? ഈ ലിങ്കിൽ കയറിയാൽ മതി. കേറാത്തവര് ഈ ചാറ്റിൽ ലിങ്ക് ഇട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയാൽ മതി. എവിടെയാണ് ലിങ്ക്? ഈ നമ്പറിലോ അല്ലെങ്കിൽ ആ ലിങ്കിലോ കയറി ഡയറക്റ്റ് ലിങ്കില് ആ ലിങ്ക് ഷെയർ ചാറ്റ് ബോക്സിൽ ചെയ്തിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട് ട്ടാ. എല്ലാരും അതിൽ കൂടെ കയറിയാ മതി. ആ ലിങ്കിൽ കയറിയാൽ മതി. അപ്പൊ ചാറ്റില് ഗ്രൂപ്പിൽ കേടാവും. നോട്ടുകൾ എല്ലാരും കറക്റ്റ് ആക്കിയിട്ട് ഗുഡ് ഗ്രൂപ്പിൽ എല്ലാരും ഷെയർ ചെയ്യണേ. ഗുഡ് മോർണിംഗ് മാം. മാം വന്നു സൈലന്റ് ആവൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാം. Okay, once again, very good morning to all. How are you? Good morning. Good morning, madam. Fine, ma'am. Good morning, ma'am. Good morning, good morning. How are you? Fine. Okay, right? Okay, ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ട്? ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ഇതാണ് പ്രശ്നമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ ഓരോരുത്തർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും റിഗാർഡിങ് യുവർ നോട്ട്സ് ഓർ യുവർ എന്താ പറയാ സിലബസ് അല്ലെങ്കിൽ യുവർ ടൈം ടേബിൾ അങ്ങനത്തെ കുറച്ചൊക്കെ ചില എന്താ പറയാ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. മീൻസ് അതായത് നിങ്ങളുടെ ടൈം ടേബിള് നിങ്ങൾക്ക് തന്നോ? ടൈം ടേബിൾ തന്നോ? ടൈം ടേബിൾ കിട്ടിയില്ലല്ലോ മാഡം. ഓക്കെ ആ ശരി നമ്മൾ ഇവിടുന്ന് കൊടുത്തിട്ടില്ല. ബിക്കോസ് അതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മളിപ്പോ ഒരുപാട് ബാച്ചസ് ഇതിന്റെയൊക്കെ ഇങ്ങനെ റണ്ണിങ്ങിലാണ്. സോ ഓരോരുത്തർക്ക് ഇങ്ങനെ സമയം എടുക്കും. നമുക്ക് ഇത്തിരി ബുദ്ധിയൊക്കെ പ്രവർത്തിപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ടേ എല്ലാവർക്കും ക്ലാസ്സസ് കൊടുക്കുകയും വേണം. എല്ലാ ദിവസവും അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കണം. ടീച്ചേഴ്സിനെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒത്തിരി പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പൊ എന്തായാലും ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക് ഓർ ദ നെക്സ്റ്റ് വീക്ക് ബിഗിനിങ് ഇറ്റ് സെൽഫ് സിലബസ് ആൻഡ് എവറിത്തിങ് വിൽ ബി നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും കംപ്ലൈന്റുകളൊക്കെ മാറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് എല്ലാം കറക്റ്റ് ആയി കിട്ടും. അപ്പൊ ഒരു 2-3 ദിവസം കൂടി നമുക്കൊന്ന് ക്ഷമിക്കാം. ഇനിയിപ്പോ നാളെയും കൂടിയല്ലേ ക്ലാസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഡേ ബൈ ഡേ നിങ്ങൾക്ക് ഓരോ ടൈം ടേബിൾ തരുന്നതനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ക്ലാസ്സിൽ ചേരുന്നത്. അപ്പോ എന്താ പറയാ അതുകൊണ്ട് സംശയങ്ങളൊക്കെ അപ്പോഴേക്കും തീരും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വെറുതെ ടെൻഷൻ ആവണ്ട. ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഓർത്ത് ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ടീച്ചേഴ്സ് എന്തായാലും നിങ്ങളുടെ ക്ലാസ്സുകൾ മിസ്സാകാതിരിക്കാനാണ് നോക്കുന്നത്. നമ്മുടെ പോർഷൻസ് നിങ്ങൾക്ക് വിതിൻ ദ ടൈം അല്ലെ, ഞങ്ങളുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ പറഞ്ഞ ഡ്യൂറേഷനുള്ളിൽ നിങ്ങളുടെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യണമെന്നും സോ ദാറ്റ് ഓൺലി വി ക്യാൻ സ്റ്റാർട്ട് അനദർ ബാച്ച് അല്ലെ. എന്നാലേ ഞങ്ങൾക്ക് വേറെ ബാച്ചസ് തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളെ ലാഗടിപ്പിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയൊക്കെ അല്ലേ, നമുക്കറിയാലോ അതിന്റെ നഷ്ടം കമ്പനിക്കാണ്. സോ എന്തായാലും ഇത് ആ ടൈമിനുള്ളിൽ നിങ്ങളുടെ ഓരോ എന്താ പറയുക മൊഡ്യൂളുകളും എടുത്ത് തീർക്കേണ്ടി വരും. ആൻഡ് ഓൾസോ വി ഹാവ് ടു കംപ്ലീറ്റ് യുവർ കോഴ്സ് വിതിൻ ദ ഗിവൺ ടൈം. അപ്പൊ സോ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട. എനിക്ക് ടൈം ടേബിൾ കിട്ടില്ല, നിനക്ക് കിട്ടിയോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളിതൊന്നും ഒത്തിരി കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് സംസാരിക്കാം. റിഗാർഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ നോക്കി ഇങ്ങനെ ഇതൊക്കെ കൊടുക്കാം. അവനതാണ് ടീച്ചർ പറഞ്ഞേ, അതൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അതല്ലാതെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വെറുതെ നമ്മൾ വലിയ ഒരു കാര്യമൊക്കെ വിചാരിക്കേണ്ട. ടൈം ടേബിൾ എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. അതുകൊണ്ട്
ഓക്കെ. അപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്. ഇപ്പൊ എനിക്ക് മാത്രമാണ് കിട്ടാത്തത് ടൈം ടേബിൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ക്ലാസ്സിൽ കയറിയിരിക്കുമ്പോൾ ഒക്കെ ഒന്ന് എല്ലാവരും കൂടി കുറച്ചധികം പേര് ഈ ഒരു ക്ലാസ്സിലുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് പേരെ കുറവ് കാണുമ്പോൾ, അതായത് നമ്പർ ഓഫ് പേഴ്സൺസ് ഹു ഹാവ് ജോയിൻഡ് ദ ക്ലാസ് നമ്മൾ ചെറുതായിട്ടാണ് കാണുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ക്ലാസ് തുടങ്ങുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടി ഷെയർ ചെയ്യാം. അല്ലാതെ ക്ലാസ് തുടങ്ങുന്ന സമയത്തും ക്ലാസ്സിന്റെ അകത്ത് ടീച്ചേഴ്സ് വന്ന് ടോപ്പിക് എടുക്കാൻ പോകുന്ന സമയത്തും കൂടി നമ്മളെല്ലാം കൂടി ഇങ്ങനെ ആയി പോകും. ഓടി എന്നിട്ട് ഉടനെ ഒരു ചില ടീച്ചേഴ്സിന് അത് ചിലപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ രീതിയിൽ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇന്ന് ഇപ്പൊ എന്റെ ക്ലാസ് തന്നെയാണ്. നമ്മള് കഴിഞ്ഞ ക്ലാസ് വി ഹാവ് സ്റ്റാർട്ടഡ് എ ടോപ്പിക് അല്ലെ, നമ്മളൊരു ടോപ്പിക് തുടങ്ങിയിരുന്നു. ഏതായിരുന്നു ടോപ്പിക്കിന്റെ പേര്? Types of departments. ഹോസ്പിറ്റൽ. ആൻസർ ജസ്റ്റ് ഒന്ന് പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്യണം. നമ്മുടെ കൈ അവിടെ തന്നെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആകും. ഫാത്തിമ ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുള്ളൂ. ബിക്കോസ് എന്തെങ്കിലും ഇപ്പൊ കുറച്ച് ടോപ്പിക് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഭാഗം കവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട്സിന് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ ചോദിക്കുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നാൽ കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അത്. ഓക്കെ, അപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ in the last class we have discussed which are the different departments in a hospital. We know that the hospital departments are classified into mainly 3. They are medical department, supportive department, and administrative department. And again, we have also discussed that the medical department is again subdivided into OPD and IPD, and also supportive department again it is subdivided into therapeutic, general, diagnostic, and informative department. Then supportive department again according to the treatment given, നമുക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അനുസരിച്ച് again it is divided into pharmacy, physiotherapy, and dietetics. Then general department which supports the hospital administration as a whole for its smooth functioning. ഒരു ഹോസ്പിറ്റലിന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനറൽ വിഭാഗത്തിൽ വരുന്നതാണ് CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിൻ്റനൻസ് ആൻഡ് മോർച്ചറി എന്ന് പറയുന്നത്. Then comes the diagnostic department for the purpose of treatment. Which treatment is to be given to the persons or patients or the clients who are coming to the hospital. It is based on the diagnosis or രീതിയിലാണ്. അതായത് എന്ത് രോഗമാണ് എന്ന് നമുക്ക് നിവാരണം ചെയ്തെടുത്താലാണ്. ഡയഗ്നോസിസിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് നിവാരണമാണ്. അതായത് എന്താണെന്ന് മനസ്സിലാക്കണം. സോ ഫോർ ദ പർപ്പസ് ഈച്ച് ആൻഡ് എവറി diseases cannot be നമുക്ക് എന്താണെന്നത് cannot be discovered by simple communication between the patients. കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് രോഗം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള സാധ്യതകൾ എല്ലാത്തിലും ഇല്ല. In certain cases there should be some test. നോട്ട്സ് ഒന്നും കാണുന്നില്ലല്ലോ. എന്താണ് സുമയ്യ എന്താണ് പറഞ്ഞേ? നോട്ട്സ് ഇതൊന്നും പോയിന്റുകളൊന്നും കാണുന്നില്ല. പേജ് വന്നിട്ടില്ല മാം, അതാ പറഞ്ഞേ. ആർക്കും വന്നിട്ടില്ല എന്നാണോ? പേജ് വന്നിട്ടുണ്ടല്ലോ, കാണാലോ. പേജ് ഉണ്ട്, പക്ഷെ മാം പറയുന്ന അതിന്റെ ഒന്നും കേൾക്കുന്നില്ല, ഒന്നും കാണുന്നില്ല, അതാ പറഞ്ഞത്. പേജും കണ്ടിട്ടില്ല, പേജും കാണുന്നില്ല. പേജ് കാണുന്നുണ്ട്, ഫസ്റ്റ് പേജ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ കൊണ്ടൊന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പേജ് ആണ് ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജിൽ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത് തന്നെയാണ്. ഞാനൊന്ന് എന്താ പറയാ, ഒന്ന് റിവൈൻഡ് ചെയ്ത് നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാ കൊച്ചുങ്ങളെ. നിങ്ങൾ ടെൻഷൻ ആവല്ലേ. ഇത് അവിടെ പേജ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സ്ക്രീനിൽ അവിടെ ഉണ്ട്. ഇത് ചിലപ്പോ 1-2 ആളുകളുടെ മാത്രം പ്രോബ്ലം ആയിരിക്കും. ഇഫ് യു കനോട്ട് സീ ദ പേജ്, യു ജസ്റ്റ് എക്സിറ്റ് ആൻഡ് ജോയിൻ അഗെയിൻ. Understood? മനസ്സിലായോ? ഓക്കെ,
സോ അപ്പൊ നമ്മള് ഡയഗ്നോസിസ് ഫോർ ദ പർപ്പസ് ഓഫ് ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഫോർ ദ പർപ്പസ് ലബോറട്ടറി, റേഡിയോളജി, സച്ച് ടൈപ്പ് ഓഫ് ഡയഗ്നോസിസ് ആർ ഡൺ ഇൻ എ ഹോസ്പിറ്റൽ. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകൾ, യൂറിൻ, ബ്ലഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ആ ടെസ്റ്റിലൂടെ മാത്രമേ ദേ ക്യാൻ ഐഡന്റിഫൈ വാട്ട് ഈസ് ദ ഡിസീസ്, എന്താണ് രോഗം എന്നൊക്കെ കണ്ടുപിടിക്കാൻ അങ്ങനെ പറ്റുള്ളൂ. സം ട്രീറ്റ്മെന്റ്സ് ആർ സം ഡയഗ്നോസിസ് ആർ മെയ്ഡ് ത്രൂ റേഡിയോളജിയിലൂടെയും ട്രീറ്റ്മെന്റ് നോക്കി അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്താണ് രോഗത്തിന്റെ കാരണങ്ങളും ലക്ഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. സോ ദാറ്റ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ദ ഫിസിഷ്യൻസ് ഓർ ദ സ്പെഷ്യലിസ്റ്റ് ക്യാൻ സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. അതിലൂടെ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ ട്രീറ്റ്മെന്റ് അവർക്ക് തുടങ്ങാൻ പറ്റുള്ളൂ, ആരംഭിക്കാൻ പറ്റുള്ളൂ. Then comes the informative department under general supportive department. ഇനി supportive departmentൽ വരുന്ന മറ്റൊന്നാണ് informative. That means through ഇന്നത്തെ കാലത്ത് we know that according to the developed technology, all these informations regarding the medical resources and also the regarding the patients will be recorded in the software. അല്ലെ, സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഇന്നതൊക്കെ സൂക്ഷിക്കുക. മെഡിക്കൽ റിസോഴ്സസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ. ആൻഡ് ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടി നമ്മൾ പരിചയപ്പെട്ടു. ഓൺലി നമ്മൾ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ എന്നല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരൊറ്റ പേജ് നമ്മൾ എടുത്തോളൂ. ഐ നോ ദാറ്റ്, എനിക്കറിയാം. പക്ഷെ എല്ലാവർക്കും ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒറ്റയടിക്ക് ഇതെന്താണ് എന്ന് അറിയണമെന്ന് നിർബന്ധമില്ല. ചിലർക്കൊക്കെ ഒത്തിരി അറിയാമായിരിക്കാം. പക്ഷെ നമ്മൾ ഏറ്റവും താഴെയുള്ള ബോട്ടം ലെവലിലുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു ബാച്ചസ് ആയതുകൊണ്ടും തന്നെ അല്ല, ഇത് +2 തുടങ്ങിയുള്ള ആളുകൾ, ഇതിന്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുമാണ് ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതൊക്കെ വിശദീകരിച്ച് പറയുന്നു എന്ന് മാത്രം. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അഗൈൻ ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. ഇനി ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളെല്ലാം തന്നെ മേക്സ് ദ ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലാക്കി മാറ്റുന്നത് ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ ചേരുന്നത് തന്നെയാണ്. നമുക്കറിയാം. ഇനി നമുക്കപ്പോ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ എന്തൊക്കെയാണ് നമുക്കിപ്പോ മനസ്സിലായി. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ്. അടുത്തത് എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടത്, ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ പേര് വൈസാണ് നമ്മൾ പരിചയപ്പെട്ടത്. നൗ ഇതില് നമുക്ക് ഇനി ഓരോ ചാപ്റ്റർ വൈസ് ഈ പറയുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിലും സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സിലും എല്ലാം വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ 1 by 1 ആയിട്ട് ചില ചാപ്റ്റേഴ്സ് ആയിട്ടോ ചില പാർട്സ് ഓഫ് ചാപ്റ്റേഴ്സ് ആയിട്ടോ ഒക്കെ നമുക്കിനി കൂടുതൽ പഠിക്കാനുണ്ട്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഭാഗമാണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് subdivided into OPD and IPD. OPD, IPD എന്ന ആ രീതിയിലാണ് നമ്മളുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വാട്ട് ആർ ദ ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് കംസ് അണ്ടർ OPD ആൻഡ് IPD? നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇതിനകത്ത് OPD-യിൽ വരിക, ഏതൊക്കെ IPD-യിൽ വരും എന്നൊക്കെ. OPD എന്താ? OPD outpatient department. And IPD Inpatient ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഒന്നല്ല നമുക്കറിയാം. അതിന് ദേ ഹാവ് സം ഡിഫറൻസസ്. രണ്ടും വ്യത്യസ്തമാണ്. രണ്ടിലും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് അനുസരിച്ചിട്ടാണ് ഇവ രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓൾസോ ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഡിഫറെന്റ്ലി. എന്തൊക്കെ സർവീസസ് ആണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ മനസ്സിലായല്ലോ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവാണ്. അപ്പൊ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടാക്കി നമുക്ക് അതിനെ സെറ്റ് ചെയ്യാം. ആൻഡ് ദ ഫസ്റ്റ് കംസ് ദ ഇൻപേഷ്യന്റ് സർവീസസ്. ഇൻപേഷ്യന്റ് സർവീസസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻപേഷ്യന്റ് മീൻസ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ ട്രീറ്റ്മെന്റ്, അവരാണ് ഇൻപേഷ്യൻസ് എന്ന് വിളിക്കുക. നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും രോഗവുമായിട്ട് പെട്ടെന്ന് മാറാത്ത രോഗം, എന്തെങ്കിലും സീരിയസ് ഇൽനെസ് ഒക്കെ ആയിട്ട് വരുന്നവര് നമുക്ക് അവിടെ അഡ്മിറ്റ് ചെയ്ത് ദേ ഹാവ് ടു ട്രീറ്റ്. ഡോക്ടേഴ്സിന് അവരെ സമയാസമയങ്ങളിൽ ഫ്രീക്വന്റ് ആയിട്ട് ചെന്ന് അവരെ വിസിറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാം. ചിലപ്പോൾ റെഗുലർ ആയിട്ടുള്ള ഇഞ്ചക്ഷൻസോ മെഡിസിൻസോ ഒക്കെ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ കീഴിൽ നഴ്സസിനെ കൊണ്ട് അവർക്ക് അത് ചെയ്യിപ്പിക്കണം. ചിലപ്പോൾ ഒത്തിരി ടെസ്റ്റുകളൊക്കെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുമായിരിക്കും. എപ്പോഴെപ്പോഴും പോയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വന്നൊക്കെ നമുക്ക് വീട്ടിലേക്ക് പറഞ്ഞുവിടാൻ പറ്റില്ലല്ലോ. സോ ദാറ്റ് അവരെ അഡ്മിറ്റ് ചെയ്തിട്ടാണ് അവർക്ക് എന്താ പറയാ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. അത് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഇൻപേഷ്യന്റ് സർവീസസ് എന്ന് വിളിക്കാം. ഇനി എന്തൊക്കെയാണ് ഈ ഇൻപേഷ്യന്റ് സർവീസസിൽ ഉൾപ്പെടുന്നത്? വാട്ട് ആർ ദ സർവീസസ് ഗിവൺ ഇൻ പേഷ്യന്റ്? അതായത് ഇൻപേഷ്യന്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് എന്തൊക്കെ സേവനങ്ങളാണ് അവിടെ ലഭ്യമാകേണ്ടത്?
എല്ലാം കിട്ടണമെന്നല്ല, വേണ്ടത് കിട്ടിയാൽ മതി. ഇത് കുറച്ച് പോയിന്റുകൾ അവിടെ ഒത്തിരി അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം അവിടെ കിടക്കുന്ന ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നല്ല. വട്ട് എവർ ദ പേഷ്യന്റ് നീഡ്സ് അതാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഏത് തരത്തിലുള്ള രോഗവുമായിട്ട് വരുന്നു, ഏതൊക്കെ രീതിയിലുള്ള റിക്വയർമെന്റുകളാണ് ഒരു പേഷ്യൻസിന് വേണ്ടത്, അക്കോർഡിംഗ് ടു ദാറ്റ് ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് അല്ലെ. അതനുസരിച്ച് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം വിച്ച് ആർ ദ ഇൻ പേഷ്യൻസ് സർവീസസ്. ഒന്ന് പേഷ്യൻസ് റൂം. അതായത് നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷുഡ് ബി പ്രൊവൈഡഡ് എ റൂം അല്ലെ, ഓർ എ വാർഡിൽ ഒരു പ്രത്യേക ബെഡോ അല്ലെങ്കിൽ എന്താ പറയാ റൂം അവൈലബിൾ ആണെങ്കിൽ അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്സ് ഓഫ് ദ പേഷ്യൻസ് എങ്ങനെ ആവശ്യപ്പെടുന്നു, സെപ്പറേറ്റ് പ്രൈവസി ഒക്കെ ആവശ്യമുണ്ട്. സോ നമുക്ക് റൂം തന്നെ വേണം എന്നാണെങ്കിൽ അത് അവൈലബിൾ ആണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യണം നിർബന്ധമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ദേ ഷുഡ് നോട്ട് അഡ്മിറ്റ് ദ പേഷ്യന്റ്. അങ്ങനെയാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ബെഡ് അവൈലബിൾ അല്ല, നിങ്ങൾ ചോദിക്കുന്ന റൂമില്ല, സോ ഇവിടെ ആ ഫെസിലിറ്റി ഇല്ല, സോ നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറയണം അവരോട്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ റൂംസ് അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഇൻപേഷ്യന്റ് സേവനത്തിൽ വരുന്ന സർവീസസ് വരുന്ന ഫസ്റ്റ് വൺ. ദെൻ നെക്സ്റ്റ് കംസ് പേഷ്യന്റിന് വാർഡ്സ്. ഇപ്പൊ റൂമുകൾ വേണ്ട, വാർഡിലായാലും കുഴപ്പമില്ല. അല്ലാതെ അവിടെ വാർഡിൽ ഒത്തിരി കട്ടിലുകൾ ഉണ്ട്, അതൊക്കെ നിറഞ്ഞു, അടുത്തൊരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുകയാണ്, അവിടുത്തെ കിടക്കുന്ന ഒരു പേഷ്യന്റിന് അടുത്ത് പോയി കിടന്നു, അങ്ങനെയൊന്നും പറയില്ല അല്ലെ. വാർഡിലാണെങ്കിലും there should be a bed. അതിനൊരു ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നുകിൽ റൂംസ് അല്ലെങ്കിൽ വാർഡ്സ് ആണ് സപ്ലൈ ചെയ്യേണ്ടത് പേഷ്യൻസിന്. നെക്സ്റ്റ് വൺ ഈസ് if any patient requires any intensive care, അതിതീവ്രമായ പരിചരണം ആവശ്യമുള്ള പേഷ്യൻസ് ഉണ്ടാകുമായിരിക്കുമല്ലോ. സോ they should be provided intensive care unit അല്ലെ. intensive care unit which is also known as ICU എന്ന് പറയുന്ന ഇന്റൻസീവ് കെയർ, തീവ്ര പരിചരണ വിഭാഗം എന്നാണ് നമ്മൾ അതിനെ അറിയപ്പെടുക. അത് വേണമെങ്കിൽ അത്തരം സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇൻ പേഷ്യൻസിന് വേണ്ടിയിട്ട് വേണ്ടതാണ്. അത് അഡ്മിറ്റ് ചെയ്യുന്നവർക്കാണ്. അഡ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ICU എന്ന് പറയുന്നത്. ഓടി അങ്ങോട്ട് വന്നിട്ട് ICUലേക്ക് കയറി കിടക്കില്ല, കുറച്ചേരം കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകില്ല. ഓക്കെ, അതുകൊണ്ട് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ് ആർ പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ ദർ ട്രീറ്റ്മെന്റ്. അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ അവിടെ എന്താ പറയാ ICU ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അല്ലെ, സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. അത് ഓപ്പറേഷൻ നടക്കേണ്ട പേഷ്യൻസിനെ പിടിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്തു, അതിനുശേഷം അവരെ അയ്യോ ഇവിടെ ഓപ്പറേഷൻ ഫെസിലിറ്റി ഇല്ല അതുകൊണ്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകണം, അങ്ങനെയല്ല അല്ലെ. ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഓപ്പറേഷൻ ചെയ്ത് എടുക്കേണ്ട ചില സാഹചര്യങ്ങൾ വരാം. അപ്പൊ അത്തരം കാര്യങ്ങളിൽ അത് എന്താ പറയാ സെറ്റ് ചെയ്തിരിക്കണം ഒരു ഹോസ്പിറ്റലിൽ. ലേബർ റൂംസ് which is also to be provided to the women who are coming for delivery purpose അല്ലെ. ഡെലിവറിക്കൊക്കെ വേണ്ടി വരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ലേബർ റൂംസ് ഉണ്ടായിരിക്കണം ഒരു ഹോസ്പിറ്റലിൽ. മെറ്റേണിറ്റി വാർഡ്സ്, അതായത് പ്രസവമൊക്കെ കഴിഞ്ഞ് പ്രഗ്നന്റ് ആയിരുന്നവർക്ക് അവർക്ക് ചികിത്സ കൊടുക്കാനും അവരെ പരിശോധിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ലേബർ റൂംസ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം എന്താ പറയാ ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത് ദേ നീഡ് സം particular treatment for both mother and the child അല്ലെ. കുട്ടിക്കും അമ്മയ്ക്കും ഒക്കെ ഒത്തിരി പരിചരണം വീണ്ടും കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ ആവശ്യം വരും. അക്കോർഡിംഗ് ടു ദയർ സ്റ്റേറ്റസ്, അവരുടെ പൊസിഷൻ അനുസരിച്ച്, അവരുടെ ഹെൽത്ത് സ്റ്റേറ്റസ് അനുസരിച്ച് അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് മെറ്റേണിറ്റി വാർഡ്സ് ഓൾസോ ഷുഡ് ബി പ്രൊവൈഡഡ് ബൈ ദ ഇൻ പേഷ്യന്റ് സർവീസസ്. അപ്പൊ ഇത്തരം സർവീസസ് ഒക്കെയാണ് ഇൻ പേഷ്യൻസിൽ വരാം. നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ IPD ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണത് വേണ്ടത്? പേഷ്യന്റ് റൂംസ്, patient wards, intensive care unit, operation theater, labor rooms, maternity ward. ഓക്കെ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള എന്താ പറയാ സംഭവങ്ങൾ തന്നെയാണ്. ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്ന ആൾക്കാർ തന്നെയാണ്. സോ ഈ പറയുന്ന ഇതൊക്കെ ഇങ്ങനെ ബോർഡായിട്ടെങ്കിലും നെയിം പ്ലേറ്റ് ആയിട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഇത് ലേബർ റൂം അങ്ങനെയൊക്കെ അവിടെ അങ്ങനെയെങ്കിലും വായിച്ചിട്ടുണ്ടാവും. ഇതിനകത്ത് എല്ലായിടത്തും നമ്മൾ പ്രവേശിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ യു മൈറ്റ് ഹാവ് ഹേർഡ് ഓർ യു മൈറ്റ് ഹാവ് റെഡ് സച്ച് എന്താ പറയാ നെയിം പ്ലേറ്റുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകുമായിരിക്കും അല്ലെ. സോ ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഔട്ട് പേഷ്യന്റ് സർവീസസ് ഗിവൺ ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഇനി എന്തൊക്കെ തരത്തിലുള്ള ഔട്ട് പേഷ്യന്റ് സർവീസസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അത് 1 by 1 ആയിട്ട് നമ്മുടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എല്ലായിടത്തും കയറി ഇറങ്ങിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു പോരാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. ഇതിൽ നമുക്ക് വേണ്ടത് ഏതാണോ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മളുടെ രോഗമനുസരിച്ച്, നമ്മളുടെ ഇൽനെസ് അല്ലെങ്കിൽ സിക്നസ് അനുസരിച്ച് വി ഹാവ് ടു ഗോ ഫോർ എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഇൻ ഔട്ട് പേഷ്യന്റ്. ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോകണമെന്ന് നമ്മളുടെ രോഗത്തിന്റെ സ്ഥിതി അനുസരിച്ച് നോക്കാം. ഇഫ് യു കനോട്ട് ഐഡന്റിഫൈ വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് യു,
നമ്മളുടെ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ലെങ്കിൽ യു മൈറ്റ് ഹാവ് കൺസൾട്ട് എ ഫിസിഷ്യൻ. അവരായിരിക്കും പിന്നീട് സജസ്റ്റ് ചെയ്യുക ഇന്ന ആളെ പോയി കാണുക എന്ന്. അപ്പൊ നമ്മൾ സാധാരണ എനിക്കറിയില്ല ഇന്നതാണ് എന്റെ രോഗം, പക്ഷെ അതെന്താണ്, ഏത് ബന്ധപ്പെട്ട ഏത് നമ്മളുടെ ബോഡി പാർട്സിൽ ഏത് ഓർഗനുമായി ബന്ധപ്പെട്ടതാണെന്നൊന്നും എനിക്കറിയില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻസിലാണെങ്കിൽ നമുക്ക് ഫിസിഷ്യൻസിനെ ആണെങ്കിലും കൺസൾട്ട് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് അവരുടെ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അവർക്ക് മനസ്സിലാകുമല്ലോ. സോ ടു ഹും ദേ ഷുഡ് ബി റെഫേർഡ്, അവർക്ക് അവരെ ഇനി ആരിലേക്ക് റെഫർ ചെയ്യണമെന്ന് അവർ പറയും, അതനുസരിച്ച് അവര് ചെയ്തോളും. സോ നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഔട്ട് പേഷ്യന്റ് സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ. ഏതൊക്കെയാണത് എഴുതിയിട്ടുണ്ട് അവിടെ? കാഷ്വാലിറ്റി, കാർഡിയോളജി, ഡെർമറ്റോളജി, ear, nose and throat, pediatrics, gastroenterology, general surgery, hematology, obstetrics, pediatrics, neurology, oncology and ophthalmology. Very good. After casualty, cardiology, dermatology, ear, nose and throat, which is known as ENT, geriatrics, gastroenterology, general surgery, hematology, obstetrics, pediatrics, neurology, oncology and ophthalmology. അപ്പൊ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഒരു ഹോസ്പിറ്റൽസിലുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ ഈ മിക്കവാറും എല്ലാ ഒരു വിഭാഗവും കാണും. എല്ലാ ഹോസ്പിറ്റൽസിലും ഈ എല്ലാ തരത്തിലുള്ള എന്താ പറയാ ഡിപ്പാർട്ട്മെന്റുകൾ വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ മിക്കവാറും ഇന്നത്തെ ഒരു ഇതനുസരിച്ചിട്ട് ഓൾ ദ ഹോസ്പിറ്റൽസ് ആർ ഡെവലപ്ഡ് ആൻഡ് ദേ ഹാവ് ന്യൂ ടെക്നോളജീസ്. പുതിയ ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചൊക്കെ വർക്ക് ചെയ്യുന്ന ഒത്തിരി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒത്തിരി ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്. സോ ദാറ്റ് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു അസുഖമായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഓടി നടക്കണ്ട. പണ്ടൊക്കെ ഇന്ന ഹോസ്പിറ്റലിലേ ഉള്ളൂ ആ ഒരു സംഭവം ഇല്ല, അവിടെ അത്തരം ആ ഒരു ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കുന്നില്ല, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ ഇല്ല. സോ വി ഹാവ് ടു സെർച്ച് ഫോർ അനദർ വൺ. വേറൊരു സ്ഥലത്ത് നമ്മൾ അന്വേഷിച്ച് പോകേണ്ടി വരും. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇന്നത്തെ ഒരു രീതിയിലില്ല. കാരണം ഇന്നൊരു ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിന്റെ സർവീസ് ഒക്കെ. പണ്ടൊക്കെ ഹോസ്പിറ്റലിന്റെ ആതുര സേവനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സേവനമായിരുന്നു, വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ആയിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് പണ്ടൊക്കെ. ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഒക്കെ ഒരു വെൽഫെയർ ഓഫ് പീപ്പിൾ ആണ് അവരുടെ എയിം ആയിരുന്നത്. ആളുകളുടെ ക്ഷേമമാണ്, പബ്ലിക്കിന്റെ ക്ഷേമമായിരുന്നു ഇതിനൊക്കെ. ഇത് നമ്മുടെ തുണിക്കട അല്ലെങ്കിൽ ചെരുപ്പ് കട അങ്ങനെയൊക്കെ ഉള്ള പോലെ ആയിരുന്നില്ല. അത്തരം ഓർഗനൈസേഷൻസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അപ്പൊ ലാഭം അല്ല അന്നൊക്കെ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ് ഈ എന്താ പറയാ ഹോസ്പിറ്റൽസിനും ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ദേ ആർ പ്രൊവൈഡിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ ഇറ്റ്സെൽഫ്. മിക്കവാറും എല്ലാവരും തന്നെ ഇത്തരം എല്ലാം തന്നെ എല്ലാവരെയും എല്ലാ ടൈപ്പിനെയും ട്രീറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഈച്ച് ആൻഡ് വൺ. നമുക്ക് ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വാട്ട് ഈസ് കാഷ്വാലിറ്റി? എന്തായിരിക്കും കാഷ്വാലിറ്റി എന്ന് പറയുന്നത്? കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലേസ് വേർ ദ പേഷ്യൻസ് ആർ brought into by or stretchers അല്ലെ. കൂടുതലും ഇവിടെ പേഷ്യൻസിനെ കൊണ്ടുവരുന്നത് ആംബുലൻസിലായിരിക്കാം അല്ലെങ്കിൽ സ്ട്രെച്ചറിലൊക്കെ കയറ്റിയിട്ടായിരിക്കാം. ദാറ്റ് മീൻസ് വളരെ സീരിയസ് സിക്നസ്, ഇൽനെസ്, മേ ബി അതിന് എക്സാമ്പിൾ വേണമെങ്കിൽ ഹാർട്ട് അറ്റാക്സ് അല്ലെങ്കിൽ ആക്സിഡന്റ്സ് അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ എന്താ പറയാ പോയിസൺ കയറിയത് തന്നെ കഴിക്കുന്നതാകാം, അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ സ്നേക്സ് പോലെയുള്ള എന്തെങ്കിലും സാധനങ്ങളിൽ നിന്ന് കിട്ടിയതാകാം അല്ലെ. അത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ പേഷ്യൻസിനെ കൊണ്ടുവരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. അതിന് വേറെ പേര് എന്തെങ്കിലും ഉണ്ടോ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന്? അത്യാഹിത വിഭാഗം. അത് മലയാളത്തില്. ഇംഗ്ലീഷിൽ എന്തെങ്കിലും വേറെ പേരുണ്ടോ? ഓക്കെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നും അതിന് പേരുണ്ട് കേട്ടോ. അതായത് എമർജൻസി അത്യാഹിതം അതായത് വളരെ എളുപ്പം ട്രീറ്റ്മെന്റ് കിട്ടേണ്ട ആ പേഷ്യന്റ് ആണത്. സോ ദാറ്റ് ദേ മേ ബി ബ്രോട്ട് ഇൻ ടു ദ ഹോസ്പിറ്റൽ ബൈ ആംബുലൻസ് ഓർ സ്ട്രെച്ചേഴ്സിൽ കിടത്തിയിട്ടോ അല്ലെങ്കിൽ ആംബുലൻസിൽ കെട്ടിയിട്ടോ ഒക്കെ കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് എമർജൻസി ഓർ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ദെൻ കംസ് അടുത്തത് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി. ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ വരുന്ന പേഷ്യൻസ് നമ്മള് ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇവിടെ വരുന്ന ഈ OPD വരുന്ന പേഷ്യൻസ് മേ ബി അഡ്മിറ്റഡ് ടു ദ ഇൻപേഷ്യന്റ്. IPD-യിലേക്ക് അഡ്മിറ്റ് ചെയ്യാം. അത് ഇവിടുത്തെ റെഫറൻസ് കഴിഞ്ഞിട്ടേ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. നേരിട്ട് ആരും ഇൻപേഷ്യൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നില്ല. അവിടെ പോയിട്ട് അയ്യോ എനിക്ക് ഭയങ്കര അസുഖമാണ്, വേഗം പോയിട്ട് ഏതെങ്കിലും ഒരു കട്ടിൽ ആരും ഇല്ലാത്ത ഒരു മുറി തുറന്ന് അവിടെ കയറി കിടക്കുന്നില്ല അല്ലെ. അതായത് ആദ്യം തന്നെ ഇവർക്ക് വേണ്ട ഏത് രീതിയിലുള്ള രോഗവുമായിട്ടുള്ള ആക്സിഡൻസ് ആണെങ്കിൽ
അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്താ പറയാ ഫിസിഷ്യൻസോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകളോ ഒക്കെ വന്നിട്ട് നമ്മളെ ഒന്ന് നോക്കും അല്ലെ. അതിനു വേണ്ടിയിട്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് അവരൊന്ന് കൺസൾട്ട് ചെയ്യും. അതിനുശേഷമാണ് അവര് തീരുമാനിക്കും വെദർ ദേ ഹാവ് ടു ബി അഡ്മിറ്റഡ് ഇൻ ദ പർട്ടിക്കുലർ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഫെസിലിറ്റീസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ദർ, അവിടെ അതിന് പറ്റിയ സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ ദേ ഷുഡ് റെഫർ ടു എനി അതർ പ്ലേസ് അല്ലെ, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽസിലേക്ക്. അത്തരം ഫെസിലിറ്റീസ് ഉള്ള അവർക്ക് അറിയാമായിരിക്കും അല്ലെ. അത്തരം നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവിടെ എടുത്തില്ല, അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു പെട്ടെന്ന് ഇവിടുന്ന് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. എന്തുകൊണ്ടാണ് കൊണ്ടുപോകാൻ പറയുന്നത്? അവിടെയുള്ളവർ അയ്യോ ഇത് ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണോ? അല്ല, അതിന് ചിലപ്പോ അതിന്റെ ഫെർദർ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുടെ ഫെസിലിറ്റീസ് ചിലപ്പോൾ അവിടെ അവൈലബിൾ ആകില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പൊ OPD എന്ന് പറയുന്നതിൽ OPD-യിൽ മാത്രമേ ഉള്ളൂ ഈ ഡിപ്പാർട്ട്മെന്റുകൾ. അതുമായി ബന്ധപ്പെട്ട രോഗികൾ ഇൻപേഷ്യന്റ് ആകുന്നില്ലേ എന്നൊരു സംശയം, ഡൗട്ട് നിങ്ങളിൽ വരാം. തീർച്ചയായിട്ടും ഉണ്ട്. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രമാണ് they will be shifted as or admitted as an inpatient. അതിനുശേഷം മാത്രമായിരിക്കും അവരെ അഡ്മിറ്റ് ചെയ്യാം. am I right? And spelling അല്ലെ പ്രൊനൗൺസിയേഷൻ ശരിയാണെന്ന് അറിയില്ല. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? MUGIN. Is that? മുജിൻ തന്നെയാണ്. ഒന്ന് മ്യൂട്ട് ചെയ്യോ? പെട്ടെന്ന് മ്യൂട്ട് മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. हेलो, इधर एक आदमी आ गए, नाम बताना तुम्हारा? ನನ್ನ ಹೆಸರು ಮುಗಿನ್. ಅವ್ರದ್ದು ഓക്കെ. അപ്പോ ഇതാണ് അല്ലെ. അപ്പൊ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. സോ നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് വൺ എന്താണ്? കാർഡിയോളജി. കാർഡിയോളജി മീൻസ് എന്താണ്? ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹാർട്ട് അല്ലെ. നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ കാർഡിയോളജി ആണ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. കാഷ്വാലിറ്റി അത്യാഹിതം. ദ പേഷ്യൻസ് ഹു ആർ ബ്രോട്ട് ഇൻ ബൈ ആംബുലൻസ് ഓർ സ്ട്രെച്ചേഴ്സ് ആർ entered in this department, കാഷ്വാലിറ്റിയിൽ. എന്നാൽ കാർഡിയോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിപ്പാർട്ട്മെന്റ് ഹു which handles the problems of heart. ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുമായിട്ട് വരുന്നവരെയൊക്കെ അത്തരം പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അടുത്തത് ഡെർമറ്റോളജിയാണ്. ഡെർമറ്റോളജി എന്തായിരിക്കും? ഡെർമറ്റോളജി എന്ന് പറയുന്നത് റിലേറ്റഡ് ടു സ്കിൻ. സ്കിൻ, ഹെയർ, nails, cosmetic problems. ഒരു വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് ആണ് ഡെർമറ്റോളജി വിഭാഗം കൊടുക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ വിചാരിക്കും ഡെർമറ്റോളജി എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ചിലപ്പോൾ റെഡ് റാഷസ് വരിക, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പാടുകൾ വരിക, അത് മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് പണ്ട്. പക്ഷെ ഇന്ന് അതിനേക്കാൾ ഉപരി മ്യൂജിൻ ഒന്നിലേക്ക് മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്ലീസ് ലീവ് ദ ക്ലാസ്. ഓക്കെ. അപ്പൊ ആ ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ എന്താ പറയാ ഡെർമറ്റോളജി എന്ന് പറയുന്നത്. ഇന്ന് അതിന് ഒത്തിരി ഫെസിലിറ്റീസ് ഈ പറയുന്ന ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. നോട്ട് ഓൺലി ദ സ്കിന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് മാത്രമല്ല, ഇപ്പൊ ചൊറിച്ചില്, മാന്തല്, അത് മാത്രമല്ല ഹെയർ പ്രോബ്ലംസ് ഉണ്ട്. ഒത്തിരി ആളുകൾ ഫേസ് ചെയ്യുന്നതാണ്. മെൻ ആൻഡ് വുമൺ, അതായത് ബോയ്സും ഗേൾസും ഒക്കെ, അതായത് മെന്നും വുമണും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഇന്ന് ഭയങ്കര കെയറിങ് കൊടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ തല. ആൺപിള്ളേര് പെൺപിള്ളേരെക്കാളും ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മളുടെ തലമുടി എന്ന് പറയുന്നത്. ഭയങ്കര കെയർ കൊടുക്കും. പെൺപിള്ളേരെക്കാളും നന്നായിട്ട് നല്ല സൂപ്പറായിട്ട് മുടിയെ നോക്കുന്ന ആൺപിള്ളേരും ഉണ്ട്. വളരെ മനോഹരമായിട്ടൊക്കെ എപ്പോഴൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ വെച്ച് ചെയ്യുന്നവരും ഉണ്ട്. വൃത്തിയില്ലാതെ ഇങ്ങനെയൊക്കെ വെച്ച് നടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അത് അവരുടെ കാര്യം. അപ്പൊ ഇതിനും ഉണ്ടാകുമല്ലോ പ്രോബ്ലംസ്. അതിന്റെ അകത്ത് ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഡാൻഡ്രഫും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഹെയർ ഗ്രോത്തിനെ സംബന്ധിക്കുന്ന അപ്പൊ അത്തരം കാര്യങ്ങൾ മാത്രമല്ല, നെയിൽസ് അല്ലെ. നെയിൽസ് എന്തുകൊണ്ട് ഇപ്പൊ നെയിൽസിലൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒടിഞ്ഞു പോകുക, അല്ലെങ്കിൽ നെയിൽസിൽ കളർ വ്യത്യാസം വരിക, അങ്ങനെയുള്ള പ്രോബ്ലംസ്. പിന്നെ മാത്രമല്ല കോസ്മെറ്റിക് പ്രോബ്ലംസ്, നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ചില എന്താ പറയാ കാര്യങ്ങളൊക്കെ. ഇപ്പൊ കോസ്മെറ്റിക് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാടുകൾ, പിന്നെ മോൾസ് ഒക്കെ ഇല്ലേ, അതായത് നമ്മളുടെ കക്കപ്പുള്ളി,
അല്ലെ? അതുപോലെ പിന്നെ എന്താ പറയാ നമ്മളുടെ ഈ പറയുന്ന അരിമ്പാറ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്രയൊക്കെ ചില ആളുകൾക്കൊക്കെ ഒരുപാടൊക്കെ ശരീരത്തിൽ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ റിമൂവ് ചെയ്യുന്ന ഫെസിലിറ്റീസും ഇന്ന് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡെർമറ്റോളജി ഈസ് ദ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് സ്കിൻ, ഹെയർ, ദെൻ എന്താ പറയാ നമ്മളുടെ കോസ്മെറ്റിക് പ്രോബ്ലംസ് എക്സെട്ര കേട്ടോ. അപ്പൊ ഇതെല്ലാം ഉണ്ട് കേട്ടോ, സ്കിൻ മാത്രമല്ല എന്ന് ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ENT, ഇയർ നോസ് ത്രോട്ട്. അപ്പൊ ഇയർ നോസ് ത്രോട്ട് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇയർ. നമ്മുടെ ചെവിക്ക് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ചില അസുഖങ്ങളുണ്ട്. ചെവിക്ക് ചെവി വേദന വരിക, ചൊറിച്ചിൽ വരിക, അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കളയുന്നത്. അതല്ലാതെ നമ്മളുടെ ഓർഗനുമായിട്ട് കൂടിച്ചേരുന്ന ഭാഗങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നവരുണ്ട്. നോസ്, അതുപോലെ തന്നെ ദശ വളരുന്ന രോഗങ്ങള്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ത്രോട്ട്, തൊണ്ടവേദന, അങ്ങനെയുള്ള ചില നമ്മൾ കുറച്ച് കൂടുതൽ അതിനെ കുറിച്ച് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അന്നേരം പറയും നമ്മൾ ത്രോട്ട് ക്യാൻസേഴ്സ് വരെയൊക്കെ ENT വിഭാഗത്തിലൊക്കെ ക്യൂർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ENT എന്ന് പറയുന്നത് ഇയർ നോസ് ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ അടുത്തത് എന്താണ്? ജെറിയാട്രിക്സ് ആണ്. അതെന്തായിരിക്കാം? It is the department which is related to old age services to the people who are ഓൾഡർ അഡൽട്സ്. അതായത് ഓൾഡർ അഡൽട്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് ആയിട്ട് അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ കൊടുക്കുന്ന ഒരു വിഭാഗമാണ്. ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ആണ് ഈ ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഇച്ചിരി പ്രായം ചെന്ന ആളുകൾക്കൊക്കെ ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ, 60 അല്ല, ഇപ്പൊ ഇനി അതൊക്കെ മാറും. കാരണം ഒത്തിരി ആളുകൾ ഓരോ രീതിയിലും ഇപ്പൊ നമുക്ക് അത് നമ്മളുടെ ചെറുപ്പത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ആളുകളുടെ പ്രായമൊന്നും ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ലുക്കിലും ഒന്നും മനസ്സിലാകില്ല അല്ലെ, അവർ തന്നെ പറയണം. അപ്പൊ നമ്മൾ പറയും എന്താ പറയുക, ഏജ് ഈസ് ഓൺലി എ ജസ്റ്റ് നമ്പർ അല്ലെ, ഒരു പ്രായത്തിന് ഒരു എണ്ണം എന്ന് കൊടുത്തിരിക്കുന്ന പോലെയൊക്കെ ചില ആളുകളെ നോക്കിയിട്ട് നമ്മൾ പറയും അല്ലെ. അവരുടെ പ്രവൃത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്രയും പ്രായമായോ എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഇത്രയൊക്കെ പ്രായം, ഒരു 70 above ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ there may be some lot of problems related to their old age. പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരുമിച്ച് വരും. കാലുവേദന, കാല് നീട്ടിയിട്ട് ചുരുക്കാൻ പറ്റുന്നില്ല, ചുരുങ്ങിയത് നീട്ടാൻ പറ്റുന്നില്ല, വിരലുകളൊക്കെ സ്റ്റിഫ് ആകുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പ്രായം ചെല്ലുന്നതിന്റെ ഫലമായിട്ട് നേരത്തെ ഫ്ലെക്സിബിൾ ആയിരുന്നു എന്നതുപോലെ ചിലപ്പോൾ ഇങ്ങനെ ഒക്കെ ആയി പോകും. പിന്നെ എന്താ പറയാ, ഷിവറിങ് ഉണ്ടാകുന്നവരുണ്ട്, ഒത്തിരി പ്രോബ്ലംസ്. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. പല വീടുകളിലൊക്കെ ഉണ്ടാവില്ല പ്രായം ചെന്നവരൊക്കെ. അപ്പൊ അവർക്ക് ഇനി ഇവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി ഒരു വിഭാഗം തുറന്നു വെച്ചേക്കുന്നത് നല്ലതാ. കാരണം വെച്ചാൽ നമുക്കറിയാം, നമ്മൾ പ്രായം ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ചില രോഗങ്ങൾക്ക് വരും, അത് പോകുമൊന്നുമില്ല, അത് അവിടെ തന്നെ ഉണ്ടാകും. അത് എത്ര നമ്മൾ ക്യൂർ ചെയ്യാൻ നോക്കിയാലും പോകില്ല. പക്ഷെ ഇവർക്ക് ഒരു ആശ്വാസം എന്താണെന്നറിയോ, ഇവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി, ഒന്ന് അവരെ നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവരെ കാണിക്കുക. അപ്പൊ അവർക്ക് അവിടെ കിട്ടുന്ന കെയറേക്കാൾ കൂടുതൽ ഇവർക്ക് സ്വന്തമായിട്ട് തോന്നുക, എന്റെ മക്കളെന്നെ നോക്കുന്നുണ്ട്, എന്റെ കെയർ ചെയ്യുന്നുണ്ട്, അതെനിക്ക് അസുഖം വരുമ്പോൾ ദേ ആർ ടേക്കിംഗ് മീ ടു ദ ഹോസ്പിറ്റൽ എന്നൊക്കെ അവർക്ക് ഒരു ഫീലിംഗ് കൂടി വരും. അപ്പൊ തന്നെ പകുതി അസുഖം കുറയും. പിന്നെ അവിടെ ചെന്നിട്ട് ഡോക്ടർ പറയാണ് ഇന്ന വെറുതെ ആണെങ്കിലും കുറെ അയൺ ഗുളികയോ അങ്ങനെ എന്തെങ്കിലും. കാരണം ഇതൊന്നും നമുക്ക് പ്രായം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാക്കാനൊന്നും സാധിക്കില്ല. അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വല്ല കാൽഷ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന വല്ല ടാബ്ലറ്റ്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ടോണിക് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒത്തിരി മരുന്നൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയാനും മറ്റുള്ളവരെ കാണിക്കണം. ഈ മരുന്നൊക്കെയാണ്, ഷുഗറിന്റെ ഉണ്ട്, പ്രഷറിന്റെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കാണിക്കാൻ, എക്സിബിറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് ഇവർക്ക്. അതൊരു പ്രായം കഴിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാ. ഇന്ന അസുഖത്തിനൊക്കെ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നൊക്കെ ആളുകളോട് പറഞ്ഞെങ്കിലും ആ ഒരു എന്താ പറയാ ഒരു ഇത് ആശ്വാസം കണ്ടെത്തുന്നവരാണ് പ്രായം ചെന്നവര്. മരുന്നൊന്നും ഇല്ല, ഞാൻ ഭയങ്കര എന്താ പറയാ എനർജറ്റിക് ആയിട്ട് ഇപ്പോഴും ചുരുക്കോടെ 80-ലും ഓടി നടക്കാണ് എന്ന് പറയാനായിട്ട് ആരും ഇഷ്ടപ്പെടില്ല. എപ്പോഴും എനിക്ക് മരുന്നില്ല നിൽക്കണേ എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു ഹോബിയാണ്. അത് ആളുകളെ കാണിക്കാനാണ്. നിനക്കുണ്ടോ മരുന്ന്? അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ വയസ്സായ ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കൂടുതലും പറയുന്ന അങ്ങനത്തെ കാര്യമായിരിക്കുള്ളൂ, അല്ലാതെ വേറെ ഒരു കാര്യം അവർക്ക് ഷെയർ ചെയ്യാൻ ഉണ്ടാവില്ല. അപ്പൊ ജെറിയാട്രിക്സ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് പ്രൊവൈഡ്സ് ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ടു ദ ഓൾഡർ അഡൽട്സ്. മനസ്സിലായല്ലോ അതായതാണെന്ന്? ഓക്കെ, നെക്സ്റ്റ് വൺ ഗ്യാസ്ട്രോ എൻട്രോളജി ആണ്. ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ എന്തായിരിക്കും? ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് വിച്ച് ഈസ് കൺസേൺ വിത്ത് ഡിസീസസ് റിലേറ്റഡ് ടു സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻസ്. നമ്മളുടെ ഉദര സംബന്ധമായത്. പിന്നെ എന്താ പറയാ, ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നൊക്കെ കേട്ടോ? വൻകുടൽ, ചെറുകുടൽ.
ഓക്കെ അത് തന്നെയാണ്. അപ്പൊ വൻകുടല്, ചെറുകുടല് ഇതൊക്കെ കിടക്കുന്നത് നമ്മുടെ ഉദരത്തിലാണ്, സ്റ്റൊമക്കിനകത്താണ്. അപ്പൊ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് എന്താ പറയാ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ജനറൽ സർജറി. കോമൺ ആയിട്ടുണ്ടാകുന്ന പല സർജറീസും ആ സർജറി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് കോമൺ ആയിട്ടുള്ളത് കേട്ടോ. അതാണ് ജനറൽ സർജറി. നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. ഹെമറ്റോളജി. എന്തായിരിക്കും ഹെമറ്റോളജി എന്ന് പറയുന്നത്? ബ്ലഡ് റിലേറ്റഡ് റിലേറ്റഡ് ഐറ്റംസ് ആണ് അല്ലെ. ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിസീസസ്, അതായത് നമ്മുടെ രക്തത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് രക്തവുമായി ബന്ധപ്പെട്ട ഒത്തിരി എന്താ പറയാ പ്രോബ്ലംസ് ഓരോ ആളുകൾക്ക് വരാറുണ്ട്. അതായത് ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി കുറയുക, അല്ലെങ്കിൽ എന്താ പറയാ ഹീമോഗ്ലോബിൻ പോലെയുള്ള ചില കമ്പോണന്റുകളൊക്കെ നമ്മുടെ ബ്ലഡ് സെൽസിനകത്ത് ഉണ്ട്. അപ്പൊ അതൊക്കെ പിന്നെ പ്രോട്ടീൻസ്, ബ്ലഡിനകത്ത് പ്രോട്ടീൻസിന്റെ എന്താ പറയാ ഇനാഡക്വസി, അതായത് അഭാവം, പിന്നെ നമ്മുടെ ബോൺ നാരോസ്, പ്ലേറ്റ്ലെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, ഓൾ ദീസ് ആർ ട്രീറ്റഡ് അണ്ടർ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ യു ഹാവ് ടു ഗോ ടു ഹെമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്. Then the next one is obstetrics ആണ്. obstetrics എന്താണത്? obstetrics എന്തായിരിക്കും? ഗൈനക്കോളജി. അതെ, അതായത് വിച്ച് ഈസ് കോൺസെൻട്രേറ്റഡ് വിത്ത് ദ ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസി, മെനോപോസ്, പോസ്റ്റ് പാർട്ടം പീരീഡ്, അതൊക്കെയാണ് കേട്ടോ. ഇത് എല്ലാം സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് വരിക. ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയുന്നത് അതൊരു എന്താ പറയാ ഗൈനക്കോളജിയുടെ ഒരു സബ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണെന്ന് പറയാം. ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, പിന്നെ എന്താ പറയാ നമ്മളുടെ റീപ്രൊഡക്ഷൻ സ്റ്റേജസിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും, അതായത് ആളുകൾക്ക് നമ്മളുടെ മെൻസസ് ഉണ്ടാകുന്നതും അത് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി സംശയങ്ങളും ഒക്കെ ആളുകൾക്ക് ഉണ്ടാകും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗൈനക്കോളജി. അതിന്റെ ഒരു ശാഖ മാത്രമാണ് ഒബ്സ്റ്റട്രിക്സ്. ആഫ്റ്റർ ചൈൽഡ് ബർത്ത് ഓൾസോ ദേ മസ്റ്റ് ഹാവ് സം ട്രീറ്റ്മെന്റ്. ചൈൽഡ് ബർത്തിന് ശേഷവും ചിലർക്കൊക്കെ എന്താ പറയാ ഈ പറയുന്ന ട്രീറ്റ്മെന്റുകളൊക്കെ ആവശ്യമുണ്ട്. അതാണ് പോസ്റ്റ് പാർട്ടം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത് ആണ് പോസ്റ്റ് പാർട്ടം. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്ന കെയറിങ് ഈ പറയുന്ന ഒബ്സ്റ്റട്രിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. Then the next one is pediatrics. അറിയാലോ, കുട്ടികളുള്ളവരാണ്. കുട്ടികളെയൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ we are taking them to the pediatrician. പീഡിയാട്രീഷ്യന്റെ അടുത്തേക്ക് മെഡിക്കൽ കെയർ വിച്ച് ഇസ് ഗിവൺ ടു ദ ഇൻഫാൻസ്, ചിൽഡ്രൻ ആൻഡ് ഓൾസോ യങ് അഡൽട്സ്. അപ്പൊ നമ്മൾ വിചാരിക്കും പീഡിയാട്രിക്സിൽ നമ്മൾ കൊച്ചുകുട്ടികളെ, അതായത് കുഞ്ഞു വാവ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ കൊച്ചുങ്ങൾ ഒരു പ്രായം വരെ, കുട്ടികൾ എന്നൊരു പ്രായത്തില് നമ്മൾ കുട്ടികൾ എന്ന് വിളിക്കണ്ടല്ലോ, ആ ഒരു പ്രായത്തിൽ വരെ മാത്രമാണ് അവിടെ ട്രീറ്റ്മെന്റ് കിട്ടുക. അതൊന്നുമല്ല, അഡൽട്ട് യങ് അഡൽട്സിന് വരെയും, അതായത് ഏകദേശം ഒരു 25 ഏജസ് വരെയൊക്കെ ചില ആളുകൾ ചെറുതിലേ തുടങ്ങി ആ ഡോക്ടറെ കാണിക്കണേ. ഇന്ന് 22, 23 വയസ്സായി കുട്ടികൾക്ക് നാണായി തുടങ്ങി പീഡിയാട്രീഷ്യന്റെ അടുത്തേക്ക്. അമ്മ അച്ഛനും എന്തിനാ ഞങ്ങളെ കൊണ്ടുപോകണേ, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകണത്, ഞാൻ ഇത്ര വലിയ കുട്ടിയായില്ലേ. പക്ഷെ എത്ര കുട്ടികൾ വലുതായാലും നമുക്ക് അവരെ ചെറുത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മള് ചെറുതായതുകൊണ്ടല്ല, അങ്ങനെ തന്നെയാണ് ആ ഒരു കാര്യം. ചിലപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊന്നും ബാധിച്ചില്ല എങ്കിൽ റെഗുലർ ആയിട്ട് വന്നു പോകുന്ന സീസണൽ ആയിട്ടുള്ള ചേഞ്ചസ്, ക്ലൈമറ്റ് ചേഞ്ചസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പല അസുഖങ്ങൾക്കുമാണെങ്കിൽ അങ്ങനെ അതൊക്കെ സർവ്വസാധാരണമായി ഉണ്ടാകുന്ന അസുഖങ്ങളാണല്ലോ. സോ അപ്പൊ വലിയ പ്രത്യേകിച്ച് വേറെ അസുഖങ്ങളൊന്നുമില്ല. അല്ലാതെ നമുക്ക് ചിലപ്പോ എന്തെങ്കിലും ചില കുട്ടികൾക്ക് വേറെ രീതിയിലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മാറ്റി ചിന്തിക്കുക. ഇനി പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് കാര്യമില്ല, കാരണം ഇത് രോഗത്തിന്റെ ലെവൽ മാറി, അപ്പൊ വേറെ ടൈപ്പ് രോഗമാണ്. സോ വി ഹാവ് ടു ഗോ ഫോർ സ്പെഷ്യൽ ചെക്കപ്പ് ആൻഡ് സ്പെഷ്യൽ ഡോക്ടേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു 25 വരെ അത് ഈ ഡോക്ടേഴ്സിന് പറയും, ഇനി മതി നിർത്തിക്കോ, നിങ്ങൾ ഇനി എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അഡൽട്ട് നന്നായിട്ട്, അതായത് എൽഡർ അഡൽട്ട് ആയി അന്നേരം കുറച്ചുകൂടി പ്രായം ചെന്ന ഒരു അഡൽട്ടായി മാറി. അപ്പൊ അതിനുശേഷമുള്ളവരൊക്കെ അവരെ കാണിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ പീഡിയാട്രിക്സില് ഇൻഫന്റ്സ്, ചിൽഡ്രൻ ആൻഡ് യങ് അഡൽട്സ് എന്നാണ്. 18 വയസ്സായവരെയാണ് നമ്മൾ അഡൽട്സ് എന്ന് വിളിക്കുക. സോ അപ് ടു ദ ഏജ് ഓഫ് 25 നമുക്ക് വേണമെങ്കിൽ അവരെ തന്നെ കാണിക്കാം എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ന്യൂറോളജി ആണ്. എന്താണ്? ഇറ്റ് ഈസ് ദ മെഡിക്കൽ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അവർ
പ്രവർത്തിക്കുന്നത് അല്ലെ. നമ്മുടെ നെർവ് സിസ്റ്റം, നമ്മുടെ ശരീരത്തിൽ അകത്തുകൂടി ഒത്തിരി നെർവ് പോയിട്ടുണ്ട്. ആ നെർവ് സിസ്റ്റം, നടി വ്യവസ്ഥ മൊത്തത്തില് കൺട്രോൾ ചെയ്താൽ മാത്രമാണ് നമ്മളുടെ ഓരോ ദിവസത്തെയും ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് കാലത്തോടെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അതുപോലെ തന്നെ അപ്പൊ ആ നെർവ് സിസ്റ്റത്തിന്റെ മൊത്തം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് ദ ബോഡി വിൽ ഷോ സിംറ്റംസ് അല്ലെ, പുറത്തേക്ക് വല്ല കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി. നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് വിച്ച് കംപ്രൈസസ് ഓഫ് അവർ ബ്രെയിൻ, സ്പൈനൽ കോഡ്, പെരിഫറൽ നെർവ്സ് എക്സെട്ര കേട്ടാ. അപ്പൊ നമ്മുടെ ബ്രെയിനിലേക്കൊക്കെ ഒത്തിരി എന്ത് പോയിട്ടില്ല, നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമ്മളിപ്പോ ഒരു എന്താ പറയാ ബ്രെയിനിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ആക്ട് എപ്പോഴെങ്കിലൊക്കെ ചെയ്യാം അല്ലെ. ഒരു റോഡിലൂടെ നമ്മൾ നടക്കുകയാണ്, when you see a bus coming opposite towards you, നമ്മളുടെ അടുത്തേക്ക് ഒരു ബസ് നമ്മുടെ ഓപ്പോസിറ്റിലൂടെ നമ്മുടെ നടന്നു വരുന്നതോ അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് പോകുമ്പോഴോ എന്ത് ചെയ്യുന്നു വരുന്നു എങ്കിൽ നമുക്ക് അപ്പൊ തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യും. യു ഹാവ് ടു മൂവ് ടു എ സൈഡ്, നമ്മൾ എവിടേക്കെങ്കിലും മാറണം. നടന്നു പോകുകയാണെങ്കിൽ യു ഹാവ് ടു മൂവ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ് അല്ലെ. കുറച്ച് റോഡിനോട് വലതുവശത്തോട്ട് നന്നായി ചേർന്ന് നടക്കുക. നമ്മളുടെ എതിരെ വരുന്ന വാഹനം, നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന ആളാണെങ്കിൽ നമ്മുടെ ഇടതുവശത്തോട്ട് കുറച്ച് വണ്ടി മാറ്റി കൊടുക്കാം. നിന്റെ റോഡ് മാത്രമല്ല ഇതെന്റെ റോഡാണെന്ന് വിചാരിച്ച് നീ മാറ്റോ ഞാൻ മാറ്റോ എന്ന് വിചാരിച്ച് നടക്കരുത്, നമ്മൾ കുറച്ച് മാറി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത്? നമ്മുടെ ബ്രെയിനിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് പാസ് ചെയ്യും അല്ലെ. അതൊക്കെ ക്വിക്കായിട്ട് നടക്കുന്ന കാര്യമാണ്. വിത്തിൻ ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സിൽ നടക്കുന്ന ഇൻഫർമേഷൻ പാസിംഗ് ആണ്. ഞാനിപ്പോ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്നതിന് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ മെസ്സേജ് നമ്മളുടെ ബ്രെയിനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അപ്പൊ എന്താ പറയാ നമുക്കിവിടെ ആലോചിക്കാനൊന്നും സമയമില്ല. മാറണോ വേണ്ടേ ആലോചിക്കാൻ സമയമില്ല. ആ ആലോചിക്കാനുള്ള സമയം തരുന്നതിന് മുമ്പ് തന്നെ നമുക്കത് നമ്മളുടെ ബ്രെയിൻ നമ്മൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ ഹാൻഡ് പെട്ടെന്ന് വണ്ടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പ്രവർത്തിച്ചു കഴിഞ്ഞോടെ, അല്ലെങ്കിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കാലുകൾ തന്നെ ആ ഒരു ഇൻഫർമേഷൻ കാലുകളിലേക്ക് എത്തും. നമ്മൾ കാല് പെട്ടെന്ന് തന്നെ സൈഡിലേക്ക് നീക്കുന്നു. അപ്പൊ ഇത്തരം നെർവ് സിസ്റ്റത്തിന്റെ താറുമാറാകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ടാകും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ന്യൂറോളജി എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഓങ്കോളജി. എന്തായിരിക്കും ഓങ്കോളജി? ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, പ്രിവെൻഷൻ ഓഫ് ക്യാൻസർ. അതായത് രോഗം എന്താണെന്ന് ക്യാൻസർ ആകുമ്പോൾ നമുക്കറിയാം പെട്ടെന്നൊന്നും ക്യാൻസർ എന്ന് പറഞ്ഞ് നമുക്ക് വരില്ല. ഇപ്പൊ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചില ഭാഗങ്ങളിൽ ചില ഓർഗൻസിൽ ഉണ്ടാകുന്ന പെയിൻ അത് മാറാതെ നിൽക്കുന്നു. അപ്പൊ നമ്മൾ ചിലപ്പോൾ കുറച്ച് നാളൊക്കെ എന്റെ പെയിൻ കുഴപ്പമില്ല, അപ്പൊ നമുക്ക് മരുന്ന് വിലബാമോ അതും ഇതൊക്കെ കഴിച്ചൊക്കെ കുറച്ച് നാളത്തേക്ക് മാറിക്കുന്നു. നമ്മളെ വീണ്ടും ഒരു പെയിൻ ഡിസ്റ്റർബ് ചെയ്തൊരു പർട്ടിക്കുലർ പാർട്ടിൽ തന്നെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അതിന് ചെക്കപ്പിന് വിടും. ചിലപ്പോൾ ചില എന്താ പറയാ ചെറിയ ട്യൂമേഴ്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ, ട്യൂമർ മീൻസ് മുഴാന്നാണ് അർത്ഥം. അപ്പൊ ട്യൂമേഴ്സ് പോലെയുള്ള ചില സാധനങ്ങളൊക്കെ ചില ഓർഗൻസിലൊക്കെ ഫോം ചെയ്യുമ്പോൾ നമ്മൾ അതെന്ത് ചെയ്യും, അത് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്യുന്നതിന് പ്രത്യേകം രീതിയൊക്കെ ഉണ്ട്, നമ്മൾ പഠിക്കും അതൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് ഡയഗ്നോസിസ് ചെയ്ത് പിന്നെ അത് ട്രീറ്റ് ചെയ്ത് ആൻഡ് ഓൾസോ ദേ ഹാവ് ടു പ്രിവെന്റ് ആ ഒരു ഭാഗത്ത് ഇനി ആ ഒരു ശരീരത്തിൽ ആ ഒരു കാര്യം വരാൻ പാടില്ല എന്നുള്ളതിനുള്ള പ്രിവെൻഷൻ ഒരു എന്താ പറയാ കാര്യം കൂടി ഈ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്നുണ്ട്. കരിച്ചു കളയുന്ന കാര്യമൊക്കെ. അപ്പൊ അത് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഒഫ്താൽമോളജി. അപ്പൊ നമ്മുടെ ഔട്ട് പേഷ്യന്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ലാസ്റ്റ് വൺ ഈസ് ഒഫ്താൽമോളജി. എന്തായിരിക്കും ഒഫ്താൽമോളജി? ട്രീറ്റ്മെന്റ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ ഡിസോർഡേഴ്സ് ഓഫ് ഐ. നമ്മളുടെ കണ്ണിന്റെ ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കണ്ണിന്റെ കാഴ്ചക്കുറവാകാം, ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, കണ്ണിന്റെ മറ്റ് പല പ്രശ്നങ്ങൾ. കണ്ണൊക്കെ ഇങ്ങനെ ചില ആളുകളുടെ കണ്ണുകൾക്കൊക്കെ എന്താ പറയാ നമുക്ക് ഒരു എന്താ പറയാ സ്ഥലത്ത് ഇങ്ങനെ നമ്മളുടെ ഒരു ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഫോക്കസിങ് വേറെ രീതിയിൽ നമ്മൾ നോക്കുന്നത് ഒരു സ്ഥലത്താണ്, പക്ഷെ നമുക്ക് കാണുമ്പോൾ ആള് നോക്കുന്നത് വേറെ സ്ഥലത്തെന്നൊക്കെ അതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ എന്ത് വിളിക്കുക ഔട്ട് പേഷ്യന്റ് സർവീസസിൽ വരുന്നത്. അപ്പൊ വീണ്ടും നമ്മൾ ഇന്ന് ഒരു ചെറിയ ഭാഗമേ പറഞ്ഞുള്ളൂ. ബിക്കോസ് ഓരോന്നിനെ കുറിച്ച് നമുക്ക് എന്താണെന്ന് അറിയാത്തവരും ഉണ്ടാകാമായിരിക്കാം. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ താഴെ വരുന്നുണ്ട്, അറിയാം. അന്നേരം ചിലപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചിലപ്പോൾ പറഞ്ഞു വരില്ല, അവിടെ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പഠിച്ച മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 types of services, that is inpatient services, outpatient services.
ഓക്കെ, ഇത്രയും ഭാഗം പറഞ്ഞ എല്ലാ വിഭാഗം ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? മനസ്സിലായി മാഡം. ഓക്കെ ഓക്കെ. ഇന്നിപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം ആ ഓരോ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് മറ്റേത് വേണമെന്ന് നിർബന്ധമില്ല. മറ്റേതൊക്കെ ഇൻപേഷ്യന്റ് സർവീസസിൽ പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയാ സർവീസസിൽ അത് എന്താ പറയാ ഒരു രോഗവുമായി ബന്ധപ്പെട്ടതല്ല, അത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ആണ് കൂടുതലും അല്ലെ. ഇൻപേഷ്യന്റിൽ നിങ്ങൾ നോക്കിയേ എല്ലാം ഫെസിലിറ്റീസ് ആണ്. രോഗത്തിന് ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങളും പറയുന്നത് ഔട്ട് പേഷ്യന്റ് സർവീസസിലാണ്. അതുകൊണ്ട് തന്നെ അത് പറയണമെന്നില്ല. ഇപ്പുറം കിടക്കുന്ന ഔട്ട് പേഷ്യന്റ് സർവീസസ് ഒന്ന് വേഗം ഹെഡിങ് ചെയ്ത് ബുക്കിലേക്ക് ഏതാവട്ടെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വേഗം സമയം പോണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് സമയത്ത് കേറുന്നതാണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് മെയിൻ ഹെഡിങ് ചെയ്താ അതിനെ നിങ്ങൾ തന്നെ ഒരു എന്താ പറയാ നമ്മളിങ്ങനെ ചാർട്ട് പോലെ ഫ്ലോ ചാർട്ട് പോലെയൊക്കെ വരയ്ക്കില്ലേ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് മിഡില് 2 ആരോ മാർക്ക് താഴേക്ക് കൊടുക്കുക. ഇൻ പേഷ്യന്റ് എന്നും ഔട്ട് പേഷ്യന്റ് എന്നും രണ്ടിടത്തും എഴുതാം. സാധാരണ എഴുതാറില്ലേ അങ്ങനെയൊക്കെ ഫ്ലോ ചാർട്ടൊക്കെ നമ്മൾ വരച്ച് കണ്ടിട്ടില്ലേ? ഓക്കെ, അതുപോലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് താഴേക്ക് 2 ആരോ മാർക്ക് കൊടുക്കുക. ഒരെണ്ണത്തിന്റെ താഴെ ഇൻപേഷ്യന്റ് സർവീസസ് കൊടുക്കുക, ഒരെണ്ണത്തിന്റെ താഴെ ഔട്ട് പേഷ്യന്റ് സർവീസസ് കൊടുക്കുക. ഇൻപേഷ്യൻസ് സർവീസസ് എന്നുള്ളതിന്റെ താഴെ നിങ്ങൾ എഴുതിയിരിക്കുന്നത് തന്നെ വേഗം ഒന്നും എഴുതിയെടുക്കുക കേട്ടോ. പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡ്സ്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ലേബർ റൂംസ് ആൻഡ് മെറ്റേണിറ്റി വാർഡ്സ്. 6 താഴെ ഇതാ. ടീച്ചർ പ്രിന്റ് ഉള്ളവരെ എഴുതണോ? മെറ്റേണിറ്റി വാർഡ് വരെ ഒരു സൈഡ് എഴുതാം. അപ്പുറത്തെ സൈഡിൽ ഞാൻ കുറച്ച് ഓരോന്നിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ തരും. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന് ക്വസ്റ്റ്യൻ തരുമ്പോ അത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തോ റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും, എനിക്കറിയാം. പക്ഷെ എന്നാല് ഇനി അത്രയും ഓർമ്മശക്തി ഇല്ലാത്തവരാണ് അറിയില്ലല്ലോ. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ബാക്കി ഭാഗം നമ്മൾ അടുത്ത ദിവസം ആയിരിക്കും എടുക്കുക. സമയം ഉണ്ടെങ്കിലും എടുക്കാൻ പറ്റും, ഒരെണ്ണമെങ്കിലും. ഓക്കെ, ഇനി അടുത്ത ഭാഗത്ത് ഔട്ട് പേഷ്യന്റ് സർവീസസിന്റെ താഴെ ഒന്നാമത്തേത് കാഷ്വാലിറ്റി എന്നെഴുതാം. കാഷ്വാലിറ്റി എന്നെഴുതാം. ഒരു ഹൈഫൻ ഇടാം. കാഷ്വാലിറ്റി ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. പേഷ്യൻസ് who are brought in by brought in by an ambulance or in stretchers. By an ambulance or in stretchers. Stretcher. STRETCHES. Stretchers. Okay. എഴുതി കഴിഞ്ഞോ എല്ലാവരും? കാഷ്വാലിറ്റി എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു, അത് എഴുതിയോ? ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് എഴുതാ. കാർഡിയോളജി ഹൈഫ്രട്ടിട്ട് എഴുതാ. ഡിപ്പാർട്ട്മെന്റ് ഹാൻഡ്ലിംഗ് HANDLING handling diseases of heart. Department handling diseases of heart. Next, third one, dermatology. 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 Hyphen it data. Dealing with skin, hair, hair, nails, NAILS, nails. നഖമാണ് ഉദ്ദേശിക്കുന്നത്. കോമിറ്റ് ചെയ്തതിന് എല്ലാത്തിനും സ്കിൻ, ഹെയർ, nails and cosmetic problems. നെക്സ്റ്റ് അടുത്തത് ENT, ഇയർ, നോസ്, ത്രോട്ട്. മാഡം ഒന്നുകൂടെ പറയോ?
ഡെർമറ്റോളജി ആണോ? യെസ്. ഡീലിംഗ് വിത്ത് സ്കിൻ, ഹെയർ, നെയിൽസ് ആൻഡ് കോസ്മെറ്റിക് പ്രോബ്ലംസ്. ഡീൽസ് വിത്ത് സ്കിൻ, ഹെയർ, നെയിൽസ് ആൻഡ് കോസ്മെറ്റിക് പ്രോബ്ലംസ്. അതാണ് ഡെർമറ്റോളജി. അടുത്ത ENT, ഇയർ, നോസ്, ത്രോട്ട്. പിന്നെ എഴുതാൻ നിർബന്ധമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിൽ എഴുതിക്കോ. ഡിപ്പാർട്ട്മെന്റ് ഡീലിംഗ് in problems of ear, nose and throat. Dealing in problems of ear, nose and throat. Next one, geriatrics. Hyphenated data. Department which provides high quality patient care for older adults. Older, OLDER, older adults. Older അല്ലേ? Older, OLDER, older adults. Adult plural form S ആക്കി. Department which provides high quality patient care. For older adults. Okay, full stop. Next one, gastroenterology. അടുത്ത പോയിന്റ് ഏതാ? gastroenterology. സ്പെല്ലിംഗ് തെറ്റിക്കാതെ ഇതാ gastroenterology. ഇടയ്ക്കൊക്കെ എഴുതുന്നത് നല്ലതാട്ടാ. എഴുതുമ്പോ ഒരു പ്രാവശ്യം എഴുതുന്നത് 5 പ്രാവശ്യം വായിക്കുന്നതിന് ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് എഴുതുന്നത് നല്ലതാണ്. gastroenterology hyphenated ചെയ്താ medical science which is concerned with. എക്സ്ക്യൂസ് മീ മാം പറയാവോ? ക്ലിയർ ആവുന്നില്ല. gastroenterology എഴുതിയോ? അതാണോ? ഓക്കെ, gastroenterology എഴുതാ hyphenated medical science concerned with diseases of stomach and intestines. Diseases of stomach and intestines. Intestines, INTESTINES, intestines. Okay ma'am. Okay, next one. അടുത്തത് ജനറൽ സർജറി വേണമെന്ന് നിർബന്ധമില്ല. കോമൺ ആയിട്ടുണ്ടാവുന്ന സർജറികളൊക്കെ നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അത് വേണമെന്നില്ല കേട്ടോ. ഹെമറ്റോളജി ചെയ്താൽ മതി. ഹെമറ്റോളജി, HAE, ഒരു E അവിടെ സൈലന്റ് ആണ്. ഹെമറ്റോളജി. Okay ma'am, finish. Department which is concerned with the treatments and prevention of diseases. Treatment and prevention. എന്താ പറയാ, രോഗത്തിന് ശുശ്രൂഷിക്കുക മാത്രമല്ല, അത് തടയുകയും കൂടി ചെയ്യും. പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് റിലേറ്റഡ് ടു blood and blood cells. Related to blood and blood cells. Okay ma'am. Next one, obstetrics. ഒന്നുകൂടെ പറയോ? ഹെമറ്റോളജിയോ? പറയോ? ഞാൻ പറയുന്നത് പറയോ? കൂടുതലാ. സ്പീഡ് കൂടുതലാണോ? സ്പീഡൊന്നുമില്ല.
മാം നോട്ട്സ് എഴുതിയ നോട്ട്സ് വാട്സപ്പ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടില്ല. നോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ തന്നെ നോട്ടല്ലേ. അതങ്ങനെ ഫ്രഷ് ആയിട്ടൊന്നും എഴുതി വെച്ചില്ല. നിങ്ങൾക്ക് വെറുതെ അറിയാൻ വേണ്ടി പറയുന്നതാ. എഴുതിക്കോ, ഞാൻ പറയാം ഒന്നുകൂടി. ഏതാണ് ഇതിന്റെ? ഹെമറ്റോളജി അല്ലേ? ഡിപ്പാർട്ട്മെന്റ് ഹെമറ്റോളജി. കൺസേൺഡ് വിത്ത് നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെക്കട്ടാ. ചിലര് അൺമ്യൂട്ട് ചെയ്യുമ്പോഴാണ് എനിക്കൊന്ന് ക്ലാരിറ്റി ആവാത്തത്. കൺസേൺഡ് വിത്ത് ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് related to blood and blood cells. ക്ലിയർ ആണോ? കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് വൺ. obstetrics. Hyphenated ഏതാ? Department which is concentrated with CONCENTRATED. Concentrated with childbirth, concentrated with childbirth, pregnancy, 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 and postpartum period, postpartum, postpartum period. അതായത് ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത്, പ്രസവശേഷമുള്ള ആ ഒരു കാലഘട്ടം, അതാണ് ഉദ്ദേശിച്ചത് കേട്ടാ. ഇന്ന് ഒത്തിരി ഹോസ്പിറ്റൽസ് ഇത്തരം കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ പ്രസവിക്കാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയാണ് ശുശ്രൂഷ. അമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നിർത്തിയിട്ടോ ഒക്കെയാണ് ചെയ്തു കൊടുത്തിരുന്നത്. പ്രസവ ശുശ്രൂഷ ചെയ്തിരുന്നത് അല്ലെ. ആഫ്റ്റർ ചൈൽഡ് ബർത്ത് ഉള്ള കാര്യങ്ങളൊക്കെ വീടുകളിലാണ് പണ്ടൊക്കെ ചെയ്തിരുന്നത്. ഇന്നൊക്കെ കുറച്ചും കൂടി ടെക്നോളജിക്ക് എന്താ പറയാ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയി. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ ചിലപ്പോൾ അത്തരം ഫെസിലിറ്റീസ് ഇല്ല എങ്കിൽ കൂടി, ആ ഹോസ്പിറ്റലിൽ ഇല്ല എങ്കിൽ ഇന്നൊക്കെ ഇത്ര ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് അവർക്കൊരു ഇത്ര ദിവസത്തെ 1 month ട്രീറ്റ്മെന്റ് ഒക്കെ അവിടെ കിടത്തിയിട്ട് ചികിത്സ കൊടുക്കുന്നുണ്ട്. അതായത് സ്ത്രീകളുടെയൊക്കെ ശരീരത്തിന്റെ ആ സ്ട്രക്ചർ ഒക്കെ മാറാതിരിക്കാനും ഘടനയൊക്കെ മാറാതിരിക്കാനും അവരുടെ നേരത്തെ ഉള്ള ആരോഗ്യ എന്താ പറയാ ഒരു സൗന്ദര്യ സംരക്ഷണമൊക്കെ നിലനിർത്താനും അല്ലെ. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുന്നു. വീഴ്ചയിലും ഒക്കെ ആയിട്ടൊക്കെ ഹെയറിന്റെ പ്രോബ്ലംസ് ഒക്കെ വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതെല്ലാം കൂടി ഒരു പാക്കേജ് പോലെ കൊടുക്കുന്ന ഇന്ന് ഹോസ്പിറ്റൽസിലും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ പുറത്ത് ചികിത്സ കൊടുക്കുന്നുണ്ട്. അതാണ് കേട്ടോ. അപ്പൊ ഓക്കെ, പോസ്റ്റ്പാർട്ടം പീരീഡ് ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് വൺ, അടുത്തത് ഏതാ? പീഡിയാട്രിക്സ്. PAEDIATRICS, പീഡിയാട്രിക്സ്. ഹൈഫനറ്റ് ചെയ്ത മെഡിക്കൽ കെയർ ഓഫ് ഇൻഫന്റ് ശിശു, INFANTS, infants, children and young adults, YOUNG, young adults. കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് വൺ. Yes, ma'am. Finish. ന്യൂറോളജി ഏതാ? അണ്ടർലൈൻ മെഡിസിൻ ഡീലിംഗ് വിത്ത് Medical. മ്യൂട്ട് ചെയ്യാമോ? Okay, ma'am. എന്നൊക്കെ മ്യൂട്ട് ചെയ്തിട്ടില്ല. മെഡിസിൻ ഇപ്പൊ ശരിയാ. മെഡിസിൻ ഡീലിംഗ് വിത്ത് DEALING ഡീലിംഗ് വിത്ത് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് of all diseases, DISEASES,
diseases involving the nervous system. Involving, INVOLVING, involving nervous system, NERVOUS, nervous system. Okay, ma'am, finish. Oncology. അടുത്തത് oncology, ONCOLOGY, oncology. Hyphenated ചെയ്ത medicine that deals with the study, STUDY, comma, diagnosis, Excuse me, ma'am, studying എന്നാണോ study എന്നാണോ? study, പഠനം. ചില ഈ പറഞ്ഞ ക്യാൻസർ ഒക്കെ ചിലപ്പോൾ പഠിച്ച് എടുത്തിട്ടാണ് ഇന്നത് ക്യാൻസർ ആകുമോ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ ചിലപ്പോൾ അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പഠിച്ചെടുക്കേണ്ടി വരും. ഓക്കെ, അതാണത്. സ്റ്റഡി, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, ഒത്തിരി പ്രൊസീജിയർ സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റഡി, ഡയഗ്നോസിസ്, എന്നിട്ട് അത് നിവാരണം ചെയ്യണം, അത് ശരിയാണോ, ഓക്കെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ. ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ക്യാൻസേഴ്സ്. All the tumors are not cancers. എല്ലാ ഇതുപോലെ ഉണ്ടാകുന്ന മുഴകളൊക്കെ തന്നെ ക്യാൻസർ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലതൊക്കെ നെഗറ്റീവ് ആകാം അല്ലെ? ഓക്കെ. പ്രിവെൻഷൻ, സ്റ്റഡി, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ക്യാൻസേഴ്സ്. അതാണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഒഫ്താൽമോളജി. Hyphenated is the branch of medicine, which deals with diagnosis and treatment of branch of medicine which deals with diagnosis and treatment of disorders of eye. Disorders of eye. treatment of disorders of eye. Disorder, order no positive disorder. Excuse me, ma'am. First, രണ്ട് പോയിട്ട് ഒന്നുകൂടെ പറയാവോ? കാഷ്വാലിറ്റി ആൻഡ് കാർഡിയോളജി ഒന്ന് പറയാവോ മാം? എഴുതാൻ പറ്റിയില്ല. ഏതാ? കാഷ്വാലിറ്റി. Patients, those are brought, BROUGHT, brought by an ambulance or. ഒന്നുകൂടെ പറയാവോ മാം? ക്ലിയർ ആവുന്നില്ല. ബ്രോട്ട്. Patients, those are brought by an ambulance. Or in stretchers. STRECHES. STRECHES. Okay, ma'am. അടുത്തതാ കാർഡിയോളജി വേണം. കാർഡിയോളജി. ഡിപ്പാർട്ട്മെന്റ് ഹാൻഡ്ലിംഗ്. Diseases of heart. Okay, ma'am. Okay. എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മളുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപേഷ്യന്റ് സർവീസസ് ഏതൊക്കെയാണ്, ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്തൊക്കെയാണ്. അപ്പൊ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്ത് ഡീലിങ്സ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോ ഈ ഔട്ട് പേഷ്യന്റ് സർവീസസിൽ ഓരോ ഒരു കുഞ്ഞു ഫ്രേസസ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ സെന്റൻസ് കംപ്ലീറ്റ് ആയില്ല, ചിലതൊക്കെ ഫ്രേസസ് ആയിട്ട് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവാനോ, ഒന്നുകൂടി ഒന്ന് റെഫർ ചെയ്ത് നോക്കാനാണ് അടുത്ത ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ്. സോ നമ്മൾ ആകെ 2 ടോപ്പിക്സ് പഠിച്ചിട്ടുള്ളൂ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ് ഏതാണെന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ടു. ആൻഡ് ഓൾസോ അതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ, അതായത് നമ്മുടെ ട്രീറ്റ്മെന്റ് റിലേറ്റഡ്
ആയിട്ടുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് വരുന്ന ഇൻപേഷ്യന്റ് സർവീസസും ഔട്ട് പേഷ്യന്റ് സർവീസസും ആണ് നമ്മളിപ്പോ പറഞ്ഞു തീർന്നത്. അത് കുറച്ച് അറിയാം നിങ്ങൾക്ക്, ആ ടോപ്പിക് വൈസ് നോക്കുമ്പോൾ അറിയാം. അതൊക്കെ എന്താ പറയാ, നമുക്ക് അറിയേണ്ട പുതിയ പുതിയ ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റും എന്ത് ഡീൽ ചെയ്യുന്നു, ഏത് രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് അവര് കൺസൾട്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിയണമല്ലോ. എന്നിട്ടാണ് നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പഠിക്കാൻ പറ്റുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലിയർ ആണോ? ഇനി ആ ക്ലിയർ ആണ് ക്ലിയറാണ് മാഡം. തന്നിരിക്കുന്ന നോട്ട് കൂടി റെഫർ ചെയ്യാം കേട്ടാ. നിങ്ങൾ പോലെ നമ്മളിപ്പോ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് എന്താ പറയാ, നമ്മൾ ഡിസ്റ്റർബ് ആവാതിരിക്കാനായിട്ട് നമ്മൾ തന്നെ ഒന്ന് എന്താ പറയാ മ്യൂട്ടൊക്കെ ചെയ്ത് സഹകരിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് എത്തും നിങ്ങളിലേക്ക്. അല്ലെങ്കിലാണ് ഇച്ചിരി പാടാകുക. സോ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്കിനി അടുത്ത ദിവസം കാണാം. ഓക്കെ, Thank you, madam. Thank you, madam. താങ്ക് യു മാഡം. മഴയൊക്കെ ഉണ്ടോ അവിടെ? മഴയേ ഉള്ളൂ. ശരി, ഇവിടെയൊക്കെ ഭയങ്കര മഴ തന്നെയാണ്. നല്ല മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അവസരം കൊടുക്കരുത്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ബൈ ബൈ. Thank you.